നമ്മൾ ഷിരൂരിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർവാറിൽ അല്പസമയത്തിനകം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. ജില്ലാ കളക്ടർ, SP, ഒപ്പം നാവികസേനയുടെ അംഗങ്ങൾ ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. നാളത്തെ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കാം എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ഷിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് നാവികസേന പ്രാഥമികമായ ഒരു പരിശോധന നടത്തുകയുണ്ടായല്ലോ. യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും? ഈ ദൗത്യത്തിന്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അരുൺ? ഉന്മേഷ്, കാർവാർ ഉത്തര കന്നഡ ജില്ലയുടെ ആസ്ഥാനമാണ് കാർവാറിൽ അല്പസമയത്തിനകം തന്നെ ഈ അടിയന്തര യോഗം ആരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള യോഗമാണ്. ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ആ യോഗത്തിൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് നാവികസേനയുടെ പ്രാഥമിക പരിശോധന അവിടെ നടന്നിരുന്നു. പുഴയിലെ അടിയൊഴുക്ക് പരിശോധിച്ചു എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാവികസേന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കുവെക്കും. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക നാളെ മാത്രമായിരിക്കും. നാളെ രാവിലെ വീണ്ടും നേവിയുടെ സംഘം ഈ ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തും, അടിയൊഴുക്ക് പരിശോധിക്കും. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് ഈ 3 ലോഡ്സിലേക്ക് എത്തിയാൽ മാത്രമേ ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന സാധ്യമാകൂ എന്നതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത്. 3.5 നോട്ട്സിലേക്ക് എത്തിയാൽ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാം എന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നതാണ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനാണ് തുടർച്ചയായി നിലവിൽ ഇപ്പോൾ ഈ പുഴയിലെ അടിയൊഴുക്ക് നേവി തന്നെ നേരിട്ട് പരിശോധിക്കുന്ന സാഹചര്യമുള്ളത്. നാളത്തെ പരിശോധന വളരെ നിർണായകമാണ്. രാവിലെ വീണ്ടും പുഴയിലെ അടിയൊഴുക്ക് പരിശോധിച്ച് കൃത്യമായി എത്രയാണ് പുഴയിലെ അടിയൊഴുക്ക്, എത്ര നോട്ട്സ് ആണെന്ന് അതൊരു സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം അന്തിമ തീരുമാനത്തിലേക്ക് പോകും എന്നതാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഉടൻ തന്നെ കാർവാറിലെ ആ യോഗം ആരംഭിക്കും. നേരത്തെ കർണാടക ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഇതിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ അടിയൊഴുക്ക് തന്നെയാണ്. അടിയൊഴുക്ക് കുറഞ്ഞാൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല എന്ന് കർണാടക സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ തുടർ നടപടി ഉണ്ടാകുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ വിവിധ ഇടങ്ങളിലെ മഴ സംബന്ധിച്ച് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്.